സോ ഗൈസ്, നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഫാമിംഗ് സിമുലേറ്റർ 25 ആണ്. ഇതിൽ നമുക്കൊരു ഫാർമറായിട്ട് ബിഗിൻ ചെയ്തിട്ട് നമ്മളൊരു മില്യനയറായി ലാസ്റ്റ് ഒരു കോടീശ്വരനാകാൻ പോകുന്നത്. നമ്മളൊരു കുഗ്രാമത്തിൽ ജനിക്കും. നമുക്ക് ഈ ഗ്രാമത്തിന് എന്ത് പേരിടണം? കിഴക്കേപ്പാടം എന്നിടാം. കിഴക്കേപ്പാടത്തെ ഗ്രാമത്തിലാണ് ജനിക്കുന്നത്. കിഴക്കേപ്പാടത്തെ കുഞ്ഞാപ്പൂ. അപ്പോൾ നമ്മൾ കിഴക്കേപ്പാടത്ത് ജനിച്ചിട്ട് ചെറിയ ചെറിയ ചില്ലറ പരിപാടികളൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ കോടീശ്വരനാവാൻ പോവാണ്. അവിടെ നമുക്ക് പല ജോലികളെടുക്കാം. ലാൻഡ് പർച്ചേസ് ചെയ്യാം, പിന്നെ ഷോപ്സ് നടത്താം, ഫാക്ടറി നടത്താം. കറക്റ്റ് നമ്മുടെ ഒരു ലൈഫിൽ എന്തൊക്കെ ജോലികൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് നമുക്ക് കാശുണ്ടാക്കാം. കള്ളക്കടത്ത് മാറ്റാൻ പറ്റില്ല കേട്ടോ, കാരണം പോലീസ് പിടിക്കും. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടികൾ പല ജോലികളുണ്ട്. മരം വെട്ടാൻ പോവാം, ഡ്രൈവർ ആവാം, കണ്ടെയ്നർ ഓടിക്കാം, എന്തിന് പെട്രോൾ വരെ കുഴിച്ചെടുക്കാം നമുക്ക്. പക്ഷെ ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാൻ വേറെ കുറച്ച് ടെക്നിക്ക് വഴി കാശുണ്ടാക്കി കോടീശ്വരനാവാൻ പോവാം. നമുക്ക് കോസ്റ്റ്യൂം ഇത് വേണം, ഇത് വേണ്ട. നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നുന്നൊരു കോസ്റ്റ്യൂം ഇത് കൊള്ളാം. ബ്ലാക്ക് ടീഷർട്ട്, പാൻറ് ഏതിടും? എന്തായാലും കോടീശ്വരനാകാൻ പോകുന്നതല്ലേ, കുറച്ച് സ്റ്റാൻഡേർഡ് ലുക്ക് കൊടുക്കാം. എന്തൊക്കെ ജോലികൾ ചെയ്യണമോ എന്തോ. ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ $10 lakh ഉണ്ടാവും. നമ്മൾ പിന്നെ അതിനുശേഷം അത് വെച്ച് നമ്മൾ ഓരോ ഫാക്ടറിയോ അല്ലെങ്കിൽ ഫാമിംഗ് ഒക്കെ ചെയ്ത്, ഫാമിംഗ് സിമുലേറ്റർ എന്നാണല്ലോ പേര്. അപ്പോൾ ഫാമിംഗ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ വേറെ ബിസിനസ് ചെയ്തിട്ട് നമ്മൾ കാശുണ്ടാക്കണം. ഇതാണ് നമ്മുടെ വീടും പറമ്പും. കിഴക്കേപ്പാടം എന്ന ഗ്രാമത്തിലെ അതിമനോഹരമായ 5 സെൻറ്റ് സ്ഥലം. എത്ര സെൻറ്റാണെന്തോ ഗൈസ്. ഇത് നമ്മുടെ അപ്പൂപ്പൻ്റെ സ്ഥലമാണ്. അപ്പൂപ്പൻ വയസ്സൊക്കെ ആയി റിട്ടയറായി. ഇനി നമ്മുടെ സ്ഥലം ഏൽപ്പിച്ചു തന്നിട്ടുള്ളത്. ഇപ്പം നമ്മൾ വേണം ഇനി ബാക്കി പൈസ ഉണ്ടാക്കാൻ. അപ്പൂപ്പൻ്റെ എല്ലാ ബാധ്യതകളും എനിക്ക് തന്നു അപ്പൂപ്പനെങ്കിൽ വെറുതെ നടന്നാൽ മതിയല്ലോ. കൊച്ചു കള്ളൻ താടിയൊക്കെ വെച്ച് തൊപ്പൊക്കെ ഇട്ട് നടക്കുക. ശരി. ഇനി ഞാൻ ക്യാഷ് ഉണ്ടാക്കിക്കോളാം. ഇതാണ് നമ്മുടെ വീട്. പാവപ്പെട്ടവൻ. ഇവിടെ നിന്ന് കുടിയിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് നമുക്ക് മാറണം. അവിടെ അപ്പൂപ്പൻ്റെ ട്രാക്ടർ ഉണ്ട്. ഫുൾ പച്ചയുടെ ആളാണ് കേട്ടോ. പച്ച ട്രാക്ടർ, പച്ച മറ്റേ ട്രെയിലറൊക്കെ ഉണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ പാടം. പാടത്തിന് സൈഡിലായിട്ട് നമുക്കൊരു കാറ്റിൽ ഫീൽഡ് ഉണ്ട്. നമുക്ക് അവിടെ ചെറിയൊരു കുറച്ച് പശുക്കളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് കുറച്ച് വലുതാക്കി എടുക്കണം. ഇവിടെ വലിയ ഫാമിംഗ് തുടങ്ങും. നമുക്ക് ഫാമിങ്ങിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറേ പശുക്കൾ വാങ്ങിയിടുകയാണെങ്കിൽ നമുക്ക് പാലൊക്കെ എടുത്തിട്ട് കൊണ്ടുപോയി സെയിൽ ചെയ്യാം. എല്ലാം ഞാൻ കാണിക്കാം. അപ്പോൾ കുറേ നല്ല പശുക്കളെ മേടിക്കാൻ ക്യാഷ് കുഴപ്പമില്ല. €500 ആണ് കേട്ടോ. നമ്മൾ യൂറോപ്പിലാണ് കിഴക്കേപ്പാടിലെ കറൻസിയൊക്കെ യൂറോ കാണിക്കുന്നത്. എന്തായാലും പശുക്കളെ കുറച്ച് വാങ്ങിയിടാം. എന്നിട്ട് ഇവർക്ക് പുല്ല് കൊടുക്കണം. അങ്ങനെ അവർ പിന്നെ പാല് കിട്ടാറായി നമുക്ക് കണ്ടെയ്നർ കൊണ്ടുവന്ന് ഷോപ്പിൽ കൊണ്ടുവെക്കാൻ പറ്റും. നല്ല പശു. ഡേ പാലൊക്കെ തരൂടെ. എണീറ്റ്. നീ കൊച്ചാണല്ലേ, തള്ളയെടുത്ത് ചോദിക്കാം. അമ്മേ, ഇച്ചിരി പാല്. പുല്ലൊക്കെ ഉണ്ട് അവർക്കുള്ള. മരത്തിൻ്റെ ഷെയ്ഡൊക്കെ ഉണ്ട്. നല്ല ഭംഗിയല്ലേ ഗൈസ് കാണാൻ. നീ ഇങ്ങോട്ട് ചാടി പോകുന്നു പശുവിൻ്റെ മോനെ. നടന്നു വരുന്നു. നോക്കി. ഇനി ഇത്രയും പാടത്ത് നമ്മൾ പൊന്ന് വിളയിക്കണം ഗൈസ്. പൊന്ന്. ഇതെന്താ? അപ്പൂപ്പൻ്റെ നെല്ല് കൊയ്യാനായിട്ടുണ്ട്. അപ്പോൾ കൊയ്ത്ത് മെഷീൻ കൊണ്ടുവന്ന് ഇതെല്ലാം കൊയ്തെടുക്കണം. ഇവിടെ വിത്ത് ഇറക്കാറായിട്ടുണ്ട്. അപ്പുറത്തെ ഒരു പാടത്തും കൊയ്യാറായിട്ടുണ്ട്. ഇതേ കണ്ട കൊയ്ത്ത് മെഷീൻ ഉണ്ട്. അപ്പൂപ്പൻ ഫുൾ സെറ്റപ്പാ. കുറച്ച് കള്ളൻ എല്ലാം ഉണ്ട്. ഗൈസ്, ഇത് അപ്പൂപ്പൻ്റെ ട്രാക്ടറാണ്.
ഇതും കൊണ്ട് നമുക്ക് ഷോപ്പിലൊന്ന് പോയിട്ട് വരാനുണ്ട്. ഷോപ്പിൽ പോയിട്ട് നമുക്ക് മറ്റേ കൃഷി ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് അതിൽ ഫിറ്റ് ചെയ്യാനുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് ട്രാക്ടർ മാത്രമേ ഉള്ളൂ. എവിടെയാണ് പോകുന്നത്? ശ്രമിച്ചു നോക്കണ്ട ഗൈസ്. കടയിലേക്ക് പോകുന്നു ഗൈസ്. പെട്രോൾ അടിക്കാനുള്ള കാശൊക്കെ നമ്മുടെ മുത്തശ്ശൻ തന്നിട്ടുണ്ട്. മുത്തശ്ശൻ സെറ്റപ്പാണ്. 10 ലക്ഷം മറ്റേ ഇതായിട്ട് തന്ന്, മുത്തശ്ശൻ്റെ ബാധ്യതകൾ തീർക്കാൻ വേണ്ടിയിട്ട്. റെയിലൊക്കെ ഉണ്ടോ? കൊള്ളാലോ. ഷോപ്പ് എവിടെയാണോ എന്തോ. നമ്മുടെ ഗ്രാമത്തിലല്ലേ, സിറ്റിയിലേക്ക് എത്താൻ ടൈം എടുക്കും. ഈ പുഴയുടെ അക്കരെയാണെന്ന് തോന്നുന്നു സിറ്റി. ഈ റോഡ് എങ്ങോട്ടുള്ള റോഡാണ്. നമുക്ക് സിറ്റിയിൽ പോയിട്ട് ക്യാഷ് എടുത്തിട്ട് വരാം. കണ്ടോ ഈ പുഴയുടെ ഇക്കരെ ഗ്രാമവും അക്കരെ പട്ടണവും തോന്നുന്നു. കുറ്റിപ്പുറം പാലം പോലെയുണ്ട് കാണാൻ. ടൗൺ എത്തി. പെട്രോൾ പമ്പ് ഉണ്ട്. നമ്മൾ ടൗണിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഫസ്റ്റ് കാണുന്ന നമ്മൾ പെട്രോൾ പമ്പായിരിക്കും. ഇതിലിങ്ങനെ പോയാൽ അത് ഈ കടകളെ കടന്ന് ഹർത്താല. കുറേ സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാനുണ്ട്. ആകെ 10 ലക്ഷം രൂപയുണ്ട്. ഇത് വെച്ച് വേണം കാറ്, ലോറി, മറ്റേത് മറിച്ചത് എല്ലാം വാങ്ങാം. രണ്ടാമത്തെ ട്രാക്ടറും കൊണ്ടുപോകുന്നുണ്ട്. ഇതിലും ഫിറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് 2 ട്രാക്ടർ വേണം ഫാമിങ് ചെയ്യാൻ. കാരണം ഒരെണ്ണം നമ്മൾ ഉഴുതു മറിക്കാൻ വേണ്ടിയിട്ട്, മറ്റേ നഖം പോലത്തെ നോക്കി ഓടിക്കുന്ന അപ്പൂപ്പിൻ്റെ പഴയ ട്രാക്ടറാണ്. ഒരെണ്ണം നമുക്ക് നഖം പോലെ മറ്റേ ഉഴുതു മറിക്കാൻ വേണ്ടിയിട്ടുള്ളത്, ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. രണ്ടാമത്തെ നമുക്ക് സീഡിങ്ങിന് വേണ്ടിയിട്ട് വിത്ത് ഇടുന്നത് വണ്ടി വശമാണ്. അപ്പോൾ വിത്ത് കൊയ്യാനും പിന്നെ ഉഴുതു മറിക്കാനുമായിട്ട് 2 ട്രാക്ടർ വേണം. പിന്നെ അത് വിളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ നേരത്തെ കണ്ടില്ലേ, ആ മെഷീൻ വെച്ചിട്ട് നമുക്കത് കൊയ്തെടുക്കാൻ പറ്റും. അയ്യോ, ട്രെയിൻ വന്ന അപ്പൂപ്പൻ്റെ ട്രാക്ടറിൻ്റെ മോത് പോകും. ഇത് ആ പാലം കഴിഞ്ഞ് നമ്മൾ ടൗണെത്തി. ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു. KK പാടത്തെ ഗ്രാമം, നല്ല തണലൊക്കെ ഉള്ള ഒരു സൈഡിൽ ഗ്രാമം, പുഴക്കക്കര സിറ്റി, അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. ആരാണോ മേയർ? പോസ്റ്റുകളിലൊക്കെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ഇത് ഡ്രൈവ് ചെയ്യാൻ നല്ല സുഖമാണ് കേട്ടോ. ഈ വണ്ടികൾ, ഈ ഫാമിംഗ് ഗെയിമിലെ വണ്ടികളെല്ലാം നല്ല സ്മൂത്താണ് ഡ്രൈവിങ്. ഇനി നമ്മൾ അക്കരെ പോയി ഷോപ്പിൽ നിന്ന് സാധനം എടുത്ത് ഫിറ്റ് ചെയ്ത് തിരിച്ച് ഫാമിലോട്ട് തന്നെ ഡ്രൈവ് ചെയ്യണം. ഇതിനൊക്കെ പണിക്കാരെ വെക്കാം. പിന്നെ ഞാൻ തന്നെ ഇല്ല, എന്തിനാ വെറുതെ കാശ് കളയുന്ന വെച്ച് ഞാൻ തന്നെ ഓടിക്കുന്നതാണ്. കുറച്ച് കാശുകാരനായിട്ട് വേണം വീട്ടിൽ വേലക്കാരനെ നിർത്താൻ. ഇത് നമ്മുടെ പച്ച ട്രാക്ടർ അവിടെ കിടക്കണം. അവിടെ കൊണ്ട് പാർക്ക് ചെയ്യാം. ബേസിൻ്റെ പാർക്കിംഗ് എങ്ങനെ ഉണ്ട് നോക്കട്ടോ. കണ്ട പാരലായിട്ട് ഞാൻ പാർക്ക് ചെയ്യാം. റിവേഴ്സ് വരട്ടെ. സ്പീഡ്, പെട്രോള് എല്ലാം ഇതിൽ ഒറിജിനലായിട്ടാണ് കാണിക്കുന്ന വണ്ടിയുടെ. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ടാവും. ഷോപ്പിൽ കയറിയിട്ട് സെറ്റാക്കാം. ക്യാഷ് എടുക്കുന്നുണ്ട് വണ്ടിയിൽ നിന്ന്. ക്യാഷ് എടുത്തിട്ട് നമുക്ക് താഴെ ഇറങ്ങും. വണ്ടി പാർക്ക് ചെയ്യോ? റിവേഴ്സ് പാർക്കിംഗ് കണ്ടല്ല, പക്ക പാർക്കിംഗ്. ഏതാ പാർക്കിംഗ്? ഈ തരുടെ വണ്ടി നമ്മുടെ വണ്ടിയാ. കേസ് അപ്പൂപ്പൻ്റെ 10 ലക്ഷം ഞാൻ തൊലച്ചു കേസ്. എനിക്ക് ഓടിക്കാൻ ജീപ്പുകൾ, കാറുകൾ, ഇനിയൊരു ബംഗ്ലാവും കൂടെ പണിയണം. അതേതാ വണ്ടി? ഈ വണ്ടിയിൽ കൊട്ട ഫിറ്റ് ചെയ്യണോ? അവിടെ ഇത് വാങ്ങുമ്പോൾ കൊട്ട ഫിറ്റ് ചെയ്യൂലേ, നമ്മൾ ഫിറ്റ് ചെയ്യണോ? അത് അതിനകത്ത് കൊള്ളില്ലെങ്കിൽ കൊട്ടയുടെ കാശ് പോയി. ഇതൊക്കെ ഇത് വെച്ച് തന്നൂടെ? ഏതെങ്കിലും നമ്മൾ വെക്കുന്നത് എന്തായാലും ഇത്ര കാശ് കൊടുക്കുന്നില്ല, ഇവർക്ക് ഇത് വെച്ചുകൊണ്ട് തന്നൂടെ? ഷോറൂം വരുന്നു. ശരിയല്ല, അത് ഫിറ്റാകുന്നില്ലല്ലോ. പറ്റിച്ച് കാശ് പോയി. മുത്തശ്ശൻ്റെ കാശ് പോയി. അതതിനകത്ത് കയറൂല എന്നാണ് എൻ്റെ ഒരു നിഗമനം. അടിച്ച് പൊട്ടിക്കാതെ റിട്ടേൺ കൊടുക്കാനുള്ളതാ.
ആരോടെ നമ്മുടെ ട്രാക്ടർ ഇരിക്കുന്ന എന്നിട്ട് അത് നടക്കില്ല. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുമ്പോഴയ്യോ ആ വണ്ടി തിരിച്ചു കൊടുക്കേണ്ടി വരും. ആ കൊട്ടയം കൂടെ വെച്ചിട്ടല്ല കാര്യമുള്ളൂ. വെറുതെ ഒരു സാധനമാണ്. എനിക്കത് ആ ജീപ്പിൻ്റെ അപ്പുറത്ത്, ഞാൻ അതെടുത്ത് നോക്കോളാം. ഗൈസ്, നമുക്ക് ഫാമിങ്ങിനുള്ള എല്ലാ സാധനങ്ങളും ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ട്രാക്ടറിൽ ഫിറ്റ് ചെയ്യണം. അവിടെ കണ്ടോ സീഡ്, വിത്ത് വിതക്കാനുള്ളതും ഉഴുതു മറിക്കാനുള്ളതുമായിട്ടുള്ള 2 ഐറ്റമാണ് ഫസ്റ്റ് കിടക്കുന്നത്. അപ്പുറം കിടക്കുന്നതാണ് നമ്മുടെ കൊയ്ത്ത് മെഷീൻ. വണ്ടി കൊണ്ട് കാര്യമില്ല, വെറുതെ അതിനകത്ത് കുത്തിയിട്ട് കാര്യമില്ല. നീ ട്രൈ ചെയ്യുന്നതാണോ? ട്രൈ ചെയ്യാൻ മണ്ടനാണ്. ഇത്രയും നേരം ട്രൈ ചെയ്തിട്ട് കയറിയില്ലല്ലോ. ഇനി എങ്ങനെ സെറ്റാവും? നമ്മുടെ പൊട്ടാതാവില്ല. കാറ് ഇടിച്ച് പൊട്ടിച്ച് അതിൻ്റെ കാശ് കളയും. പൂപ്പൻ്റെ കിണ്ടി കാശ് പോയി ഗൈസ്. വണ്ടി കൊള്ളാം, പക്ഷെ അതിൻ്റെ ബാക്കിലുള്ള സാധനം സെറ്റാകുന്നില്ല. ഷോറൂമുകാർ പറ്റിച്ചതാ, കുഴപ്പമില്ല. ഇടിക്കൊന്നിവൻ ഭ്രാന്തനാണ് കേട്ടാ. പൂപ്പൻ്റെ കാശും പോയി. അങ്ങനെ നമ്മൾ കൊയ്ത്ത് മെഷീൻ പാടത്തേക്ക് എത്തിക്കുകയാണ്. ഒരു പാല ഫുള്ളും നമ്മുടെ മെഷീനാണ്. ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നപ്പെട്ടു ഗൈസ്. ഈ മെഷീൻ്റെ ഉപകാരം എന്താ വെച്ചാൽ, നമ്മൾ ജോലിക്കാരെ വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും. നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് കൊയ്യണമെന്നൊന്നുമില്ല. പാടത്ത് വെച്ച് ഏതെങ്കിലും പണിക്കാരനെ വെച്ചാൽ അതിന് വരമ്പത്ത് കൂലി കൊടുത്താൽ മതി, വേറെ വിഷയമൊന്നുമില്ല. ഇവിടെ ഇനി പാർട്ടിക്കാരെ യൂണിയനൊക്കെ ഉണ്ടോ എന്തോ, കാശ് കൊടുത്തില്ലെങ്കിലും ഇത് കൊയ്യാനായിട്ടുണ്ടല്ലോ. ഇതൊന്ന് കൊയ്താലോ. വീട്ടിലേക്കുള്ള വഴിയൊക്കെ നോക്കി നിങ്ങൾ. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഗ്രാമപ്രദേശം. ചതിക്കാത്ത ചന്തൂല് പറയുന്ന പോലെ കിഴക്കേപ്പാടം എന്ന ഗ്രാമത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വണ്ടി. ഇനി ആ വണ്ടികളെല്ലാം വീട്ടിലേക്ക് എത്തിക്കണം. ഗൈസ്, നമുക്ക് എത്രയും പെട്ടെന്ന് കുറച്ച് ജോലിക്കാരെ ഹയർ ചെയ്യണം കേട്ടോ. ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് ഞാൻ പണ്ടാരടങ്ങിയിരിക്കുകയാണ്. എല്ലാം ഞാൻ തന്നെ ചെയ്യണം, വേറെ വഴിയൊന്നുമില്ലല്ലോ. നമ്മുടെ പശുക്കുട്ടികൾ അവിടെ കൊണ്ട് പാർക്ക് ചെയ്യണം. പാർക്ക് ചെയ്തിട്ട് മതിലൊന്നും പൊട്ടിക്കാതെ തട്ടിക്കൂട്ടി വെച്ചത് അപ്പൂപ്പൻ. കുറച്ച് കാശ് വരട്ടെ. ഇവിടെയല്ല ഗൈസ്, ഞാൻ നല്ലൊരു ലൊക്കേഷൻ കണ്ടുവച്ചിട്ടുണ്ട്. കുറച്ച് ദൂരെ ഒരു കുന്നിൻ്റെ മുകളിലൊരു സ്ഥലം. നമുക്ക് ആ പ്ലോട്ട് പർച്ചേസ് ചെയ്യണം. എന്നിട്ട് അവിടെ നല്ലൊരു വീട് കയറ്റണം. ഇവിടെ നമ്മൾ ഫാമിങ് മാത്രമായിട്ടും നമ്മുടെ വീട് അവിടെ കിട്ടും. രാവിലെ വണ്ടിയൊക്കെ ഓടിച്ച് ഇവിടെ വന്ന് പണിക്കാരെയൊക്കെ നോക്കി നമുക്ക് തിരിച്ചു പോകും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഫസ്റ്റ് എന്തായാലും നമുക്കിവിടെ കൃഷിപ്പണി തുടങ്ങാം. ഓരോ മെഷീൻ, ഇത് സീഡറാണ്. ഇത് വെച്ച് നമുക്ക് ഓരോ സീഡ് നമുക്കിതിനകത്ത് ഇട്ടിട്ട് ഫാമിങ്ങിൽ ചെയ്യാൻ പറ്റും. നമുക്കിഷ്ടമുള്ള സീഡ് ഈ കൊട്ടയിലിട്ട് കൊടുത്താൽ മതി. ബാക്കി വണ്ടി ഒന്ന് ഓടിച്ച് കഴിഞ്ഞാൽ അവിടെ വിത്ത് വരച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ മണ്ടയ്ക്ക് 2 പൂവൊക്കെ ഉണ്ട്. ഇതിൻ്റെ എന്തിനുള്ളതാണോ? സാധനം പോയി. വിത്ത് നടുറോട്ടിലിട്ട് ഇവൻ പോകുന്നു. അപ്പൂപ്പൻ്റെ വണ്ടി. ഇവന് ഇങ്ങനെ പോയി ഇവൻ കോടീശ്വരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാറിൻ്റെ മൂക്കാവണ്ടൊക്കെ ഇടിച്ച് തെറിച്ചിട്ടായിരുന്നു. ഏതാ ലുക്കല്ലേ അപ്പൂപ്പൻ്റെ കിണ്ടി. ഞാൻ തിരിച്ചു വരുന്നുണ്ടോ? തല്ലവരിനാണോ? വെട്ടിച്ച് കളയാ. ഇങ്ങോട്ടേക്ക് തിരിച്ചാലോ? ഇതില്ല നമ്മുടെ റോഡ്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യോ? ഇതിൽ പോയോ? നമ്മുടെ വീട്ടിലേക്കുള്ള വഴിക്ക് ഇവന് ഇങ്ങോട്ട് പോകുന്നത്. ഇതിലങ്ങനെ വേറെ വഴിയുണ്ടോ? ഉണ്ട് ഗൈസ്. നമ്മളവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ 4ാമത്തെ വീട് നമ്മുടെ വീട്. അവൻ്റെ വീട് ഏത് ഗ്രാമത്തിലാണാവോ? എന്താ ലുക്കല്ലേ വണ്ടിയും പാടമൊക്കെ. ഇവന് ഇവിടുന്ന് ലൈസൻസ് എടുത്ത് വണ്ടി വിത്തൊക്കെ
വേറെ ഏതോ ആരാൻ്റെ പാടത്തോണ്ട് വിത്തിറക്കിയാണ് ഗൈസ്. നമുക്ക് ഈ സ്ഥലം മേടിച്ച് മരമൊക്കെ വെട്ടി വിറ്റാലോ? ഞാൻ കാണിച്ചു തരാം. നമുക്കതൊക്കെ ഓപ്ഷൻ ഉണ്ട്. മരങ്ങൾ വെട്ടി വെക്കാനും. ഇവന് എന്ത് ഡ്രൈവറാണ് ഇവൻ? പണിക്കാരെ വെക്കേണ്ടി വരും മിക്കവാറും. ഇവനിങ്ങനെ മുതലാളിയായിട്ട്, ഞാൻ പറഞ്ഞില്ലേ, ഒരു കുന്നിൻ്റെ മുകളിൽ അവിടെ സ്ഥലം വാങ്ങുക, അവിടെ വീട് വെക്കുക, കാർ ഓടിച്ച് വരിക, ഇവിടെ വന്ന് പണിക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കുക. ശരിക്കും നമ്മളൊരു മാനേജറാണ്, പക്ഷേ ഫാമ് തുടങ്ങണമല്ലോ, എന്നിട്ടല്ലേ പണിക്കാരെ വിളിക്കാൻ പറ്റുള്ളൂ. ഒരുവിധ വണ്ടികളൊക്കെ കൊട്ടയുള്ള വണ്ടി ഇവിടെ എത്തിയോ? നമ്മൾ കൊട്ട വെച്ചോ? ഇനി എൻ്റെ ജീപ്പ്. ഇതാരാ? അമ്മച്ചി എൻ്റെ ജീപ്പ് എൻ്റെ വീട്ടിൽ കൊണ്ടിട്ടേക്കണേ. അതെടുത്ത് ഓടിച്ചോണ്ട് പോരുത്. കാശ് വേണോ? എത്രയാണ് നിങ്ങളുടെ ചാർജ്? അല്ല, അതല്ല, വണ്ടി ഓടിച്ച് വീട്ടിലെത്തിക്കാൻ എത്ര ചാർജ്? അമ്മച്ചി എത്രയും പെട്ടെന്ന് എൻ്റെ വണ്ടി എൻ്റെ വീട്ടിൽ കൊണ്ടുവരേണ്ടതാണ്. ഇല്ലെങ്കിൽ അമ്മച്ചിയുടെ പണി ഞാൻ തെറിപ്പിക്കും. അമ്മച്ചി എക്സ്പെർട്ടാണ് കേട്ടോ. ഗിയറ്, ഷഡം ബ്രേക്ക്, ഗിയറ്, അതായത് അതിലേ പോകുന്നുണ്ട്. അമ്മച്ചി ഇത് എങ്ങോട്ട് പോകണേ? ഹലോ, ജീപ്പ് അടിച്ച് മാറ്റി കൊണ്ടുപോകണോ? ഗിയറൊക്കെ മാറ്റി ഇതിലെ വഴിയുണ്ട് അല്ലേ? എൻ്റെ വീട്ടിലേക്കുള്ള വഴി എനിക്കറിയില്ലെങ്കിലും അമ്മച്ചിക്കറിയാം ഗൈസ്. ഇവിടെ വലിയൊരു ടാങ്ക് ഉണ്ടോ? ഇതെന്തിനുള്ള വെച്ചാൽ നമ്മുടെ വിത്തും നെല്ലും ഒക്കെ കൊയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കൊണ്ടിടാൻ പറ്റും. എന്നിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ട് വിറ്റാൽ മതി. ഇപ്പോഴൊരു പ്രശ്നമുണ്ട്, നമ്മുടെ കയ്യിൽ ലോറി ഇല്ല. ലോറി മേടിക്കാം. അപ്പൂപ്പൻ്റെ കാശല്ലേ കയ്യിലിരിക്കുന്നത്. ഇറങ്ങിപ്പോടി തള്ളച്ചി, എൻ്റെ വീടെത്തി. ഇനി എനിക്കറിയാം ഓടിക്കാൻ. അങ്ങനെ നമ്മുടെ എല്ലാ വണ്ടികളും ഇവിടെ എത്തി. ഇവനെങ്ങോട്ട് ഈ വണ്ടി എടുത്തുകൊണ്ട് പോണേ? ഇല്ലില്ല, നമ്മുടെ വിത്ത് മറ്റേ ഉഴുത് മറിക്കണ യന്ത്രം. ഏതാ യന്ത്രം? ഇതൊക്കെ വെച്ച് ഉഴുത് മറിക്കാനുള്ള പാടുണ്ടോ അവിടെ? ചെറിയ പാടല്ലേ? ഓ, ഷഡം ബ്രേക്കാ, തിരിക്കൽ. അതിൽ കൊണ്ടുപോവോ തട്ടാതെ? പിന്നെ അല്ല, ഏതാ? അങ്ങനെ എല്ലാ സാധനങ്ങളുമായി. ഇനി ഒരു ലോറിയും കൂടെ കിട്ടിയ എൻ്റെ ഒരു ഫാം ഇവിടെ സെറ്റായി. അപ്പൂപ്പൻ്റെ 10 ലക്ഷം കൊണ്ട് നമുക്ക് വെറുതെ കറങ്ങാൻ ഒരു ജീപ്പുണ്ട്. ഫാമിങ്ങിനുള്ള എല്ലാ സാധനങ്ങളുമായി. ഇനി നമുക്ക് പരിപാടി തുടങ്ങാം. ഈ വണ്ടിയുടെ ഉപകാരം ഇപ്പോഴാണ് മനസ്സിലായത്. ചെറിയ വണ്ടിയാണെങ്കിലും നമുക്ക് വിത്ത് കൊണ്ടുപോകാൻ ഇത് നല്ലതാണ്, ഉപകാരമാവും. സെറ്റാക്കാം. വിത്തൊക്കെ അവിടെ കറക്റ്റ് എത്തണം. ഫാമിങ് ചെയ്യാനുള്ളതാണ്. ഞാൻ സീൻ ഡ്രൈവർ. ഡൈഡേ ആ ലോറി തരുമോ? അതിനെത്ര കാശ്? ആ ലോറി കിട്ടുവാണെങ്കിൽ നമുക്ക് അതിനകത്ത് കൊണ്ടുപോകാമായിരുന്നു. ഓട്ടോട്ടി ഇതെൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ്. ബോർഡ് പിടിച്ചിട്ടുണ്ടാവും. നമ്മുടെ വീട്ടിലുള്ള ബോർഡല്ലേ, കുഴപ്പമില്ല. കൊട്ടേവ എന്ന് പറയുന്നത് ഫെർട്ടിലൈസറാണ്. വളം ചാണകം ഇട്ടത് വിത്തും. അങ്ങനെ വിത്ത് എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ വിത്തൊക്കെ ട്രാക്ടറിലേക്ക് നിറച്ച് പാടത്തോട്ടാണെങ്കിൽ ഇറക്കി വിടണം. ഏതാ വീട്? ഞാൻ റിച്ചായി ഗൈസ്. പശുക്കളും വണ്ടിയും കേട്ട് ഞാൻ റിച്ചായി. ഇനി എനിക്ക് കുറച്ച് പണിക്കാർ വേണം എൻ്റെ പാടത്തെ പണിയെടുക്കാൻ. ഏത് ലുക്ക്! ഞാൻ തന്നെയാണ് പണിയെടുക്കുന്നത്. ഇത് ഉഴുത് മറിച്ചിട്ട പാടാണ്. അപ്പോൾ ഇവിടെ വിത്തിറക്കിയാൽ മതി. യെസ്, പണിക്കാരൻ വരൂ. ഫെർട്ടിലൈസർ നിറച്ചു. കോൺഫ്ലവറാണോ ഇവിടെ ഇടുന്നത്? സോയാബീനായിരിക്കും കുറച്ചും കൂടി ലാഭം. വിത്ത് മാറ്റുന്നില്ലേ? യെസ്, അവിടെ ജോലിക്കാരൻ പണി തുടങ്ങി. ഇനി നമുക്ക് വളഞ്ഞു നിൽക്കുന്ന ആ പാടം കണ്ട ഗൈസ്. നമ്മുടെ പണിക്കാരൻ അവിടെ വിത്ത് വിതറുന്നുണ്ടോ? അതിന് കാശ് മുടക്കി കഴിഞ്ഞാൽ നമുക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയല്ലേ? ഈ പാടം കൂടെ കൊയ്യും. ഇത് കൊയ്ത് അവിടെ ഒരുത്തനും അവിടെ വിത്ത്. ചേച്ചി മറ്റേ ജീപ്പ് കൊണ്ടെന്ന് ചേച്ചിയല്ലേ? ചേച്ചി, ഇപ്പോഴാണ് എനിക്ക് ബുദ്ധി വന്നത്. നമുക്ക് വിത്ത് സോയാബീൻ ഇടാം.
അതിനാണ് കാശ് കൂടുതൽ കിട്ടുള്ളൂ. ഏതാ അത് കൊയ്യാൻ തുടങ്ങി കണ്ട ഗൈസ്. അവിടെ താഴെ ആ റോളർ ഇതാകുമ്പോൾ അതിനകത്തൂടെ വിത്ത് വന്ന് ഇപ്പുറം ടാങ്കിൽ നിറയും. എന്നിട്ട് ഈ പൈപ്പിലൂടെ ലോറിയിലേക്ക് ഇടും. ഇതിൻ്റെ കൊയ്ത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ലോറി കൂടെ ഒപ്പിക്കണം. ഒപ്പിക്കൻ്റെ കാശ് ഇങ്ങനെ പോകും. കാശ് ഒരുങ്ങി കാശുണ്ടാക്കണം. പണ്ട് കടയിൽ പറഞ്ഞ പോലെ. അപ്പൂപ്പനുണ്ടാകുമ്പോൾ എനിക്കൊന്നും അറിയണ്ടായിരുന്നു. ഇപ്പോൾ കഷ്ടപ്പെട്ട് ഞാൻ കൊയ്യുന്ന കണ്ടില്ലേ. ഞാനല്ല എനിക്കറിയാം. എന്നാലും ഗൈസ് നമ്മുടെ ഈ വീടും നോക്കണ്ട. ഇപ്പോൾ ഇതൊരു കന്നുകാലിക്ക് തൊഴുത്ത് പോലെ ഉണ്ടെങ്കിലും നമ്മൾ വലിയ ബംഗ്ലാവ് ഉണ്ടാക്കും. ഞാൻ കാണിച്ചു തരാം. നല്ലൊരു സ്ഥലമാണ് നമുക്ക്. അവിടെ പോയിട്ട് നമുക്ക് ഒരു ബംഗ്ലാവ് പോലെ വീട് പണിയുന്നുണ്ട്. നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. ജീപ്പ് എടുത്തിട്ട്. അപ്പൂപ്പ വരാം. ടാറ്റ. അപ്പൂപ്പൻ്റെ കുണ്ടി. അപ്പൂപ്പൻ പണിയെടുക്കുമ്പോൾ ഒന്നും അറിയണ്ടായിരുന്നു. ചുമ്മാ ഇങ്ങനെ കറങ്ങി നടന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ നമുക്കൊരു സ്ഥലം വരെ പോയിട്ട് വരാം. നമ്മുടെ വണ്ടി നമ്പർ എങ്ങനെയുണ്ട് ഗൈസ്? ഫാൻസി നമ്പറാണ്. കാശ് ഇറക്കി വാങ്ങിയതാ 1393. ഒന്നും നോക്കിയില്ല. കാശ് എറിഞ്ഞ് നമ്പർ എടുത്ത് കാർഡ് വീടാണ്. റോഡ് സൈഡിൽ വീട് വെച്ചിട്ട് നമുക്ക് വീട് വെക്കുന്നത് നല്ലൊരു പ്ലേസിൽ വെക്കുന്നത്. നല്ല താഴത്തോട്ട് നല്ല വിശാലമായിട്ട് അങ്ങോട്ട് പോകുന്നു. ശരി, ഇതൊക്കെ ഏത് സ്ഥലം? പെട്രോൾ പമ്പ് വഴി ഇങ്ങനെ പോകാനുള്ള പരിപാടി. എണ്ണ അടിച്ചിട്ട് പോവാം. എന്തായാലും വന്നതല്ലേ. അപ്പൂപ്പൻ്റെ കാശ് ഇരിക്കല്ലേ, അതെടുത്തടിക്കാം. പെട്രോൾ ഇല്ലേ? ഇല്ല ഗൈസ്, പെട്രോളില്ല. നമുക്ക് പോവാം. ഇവിടെ നല്ലൊരു സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി നമുക്കവിടെ വീട് വെക്കാം. കുറച്ച് വ്യൂ ഉണ്ട്. താഴെ ഹൈറ്റിൽ വരുന്ന സ്ഥലം. അവിടെ വീട് വെച്ചാൽ നമുക്ക് താഴെ നല്ല വ്യൂ കിട്ടും. പിന്നെ കുറച്ച് ആളും തിരക്കൊക്കെ ഇല്ലാത്തൊരു സ്ഥലത്ത് വെക്കാം വീട്. അതല്ല അതിൻ്റെ ഒരു ഇത് അത് ഈ മണ്ടം അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ടൊന്നും വന്നു. അയ്യോ ഗൈസ്, പരിപാടി. അപ്പൂപ്പ സൈലൻസർ കണ്ട? ഏതാ അതേ വണ്ടി മറിച്ചിട്ടോ അവിടെ. ഇവനിങ്ങോട്ട് പോണേ ഗൈസ്. ഞാൻ ലോറിയാണ് ഗൈസ്. ഇവിടെ എവിടെയോ മറിഞ്ഞെടുക്കുന്നതിൻ്റെ ജീപ്പ് നീപ്പിക്കണം. ഇത് വെച്ച് ഇടിച്ച് നീപ്പിക്കാം. ഒറ്റയിടി നടക്കില്ല. റിവേഴ്സിൽ വന്നിട്ട് സ്പീഡിലൊരു ഇടി. ഇങ്ങനെയുണ്ട് ഗൈസ് നമ്മുടെ ലോറി. സെറ്റല്ലേ? നല്ല ചുവപ്പ് ലോറി എടുത്തിട്ടുണ്ട്. നമുക്ക് കൊയ്ത വിത്തുകൾ കൊണ്ട് വിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ലോറിയുടെ കൊട്ട ഒക്കെ റെഡിയാണ്. എല്ലാം നല്ല ചുവന്നുള്ള വണ്ടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പാടത്തോട്ട് എത്തിക്കണം. ലോറിയുടെ ഇൻറ്റീരിയർ വ്യൂ എങ്ങനെയുണ്ട്? ലോറി ഓടിക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇതിൻ്റെ ബാക്കിലെ ട്രെയിലേഴ്സ് എവിടെയെങ്കിലും കൊണ്ടിരിക്കും. പിന്നെ വണ്ടി നീങ്ങത്തില്ല. വീശി ഓടിച്ചെടുത്തില്ലെങ്കിൽ പണി പോകണം. ഇൻറ്റീരിയർ വ്യൂ ഇട്ട് ഓടിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ എക്സ്പേർട്ടാണ്. ഞാൻ പോവും, പറപ്പിച്ചു വിടും ഞാൻ. ഇതിൻ്റെ മീറ്റർ വർക്ക് ചെയ്യുന്നുണ്ടോ? കറക്റ്റ് സെൻസറാണ്. സ്പീഡും പവറും എല്ലാം. ഇവിടെ നിന്ന് നമ്മൾ ഇടത്തോട്ട് തിരിയണതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി. ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് നല്ല സ്ലോലി വളച്ചെടുത്ത് കുടുങ്ങിയില്ല. ഇങ്ങനെ പോകണം. വഴി ഇപ്പം അത്യാവശ്യം കാണാപ്പാടായിട്ടുണ്ടാവും എല്ലാവർക്കും. ആ ബ്രിഡ്ജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ലെഫ്റ്റ് എടുത്ത് പോകുന്നാൽ മതി. ഇപ്പം നമ്മുടെ വീടെത്തി. അത്രയേ ഉള്ളൂ. ഈ പാടമൊക്കെ നമുക്ക് മേടിക്കണം കേസ്. കുറേ കാശായതിനു ശേഷം നമുക്ക് ഈ പാടം എല്ലാം മേടിക്കാം. മാറിക്കട. എൻ്റെ വീടിൻ്റെ അവിടെ വന്നിട്ട് കളിക്കുന്നു. എങ്ങനെയുണ്ട് കേസ്? തടയാതെ എടുത്തില്ല ഞാൻ. എങ്ങനെ ലോറി എത്തി. ഇനി നമ്മൾ കൊയ്തെടുത്ത നെല്ലും പതിരും എല്ലാം കൊണ്ട് വിൽക്കണം. അതുകൊണ്ട് വിറ്റ് കാശാക്കി അപ്പൂപ്പൻ്റെ കൈ കൊടുക്കില്ല. അപ്പൂപ്പൻ ശരിയല്ല. ഞാൻ പണിയെടുത്തപ്പം നമുക്ക് കാശുണ്ടാക്കി മില്യണയറാവണം. ഏതാ വണ്ടി? ലുക്ക് കൊള്ളാം. ഇവരിപ്പടുത്തെങ്കിലും പാല് തരുമെന്ന് തോന്നുന്നില്ല കേട്ടോ. വളരണ്ട ആദ്യം, എന്നാലല്ലേ പാല് തരുള്ളൂ. വീണ്ടും കൊയ്ത്ത് ഇതുവരെ കഴിഞ്ഞില്ലേ?
ഒരുപാട് കൊയ്യാനുണ്ട്. ഇത് ഉണ്ടായിപ്പോന്ന് തോന്നുന്നു കേട്ടോ ആ കൊയ്ത്തുകാരൻ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വീട് വെക്കാനുള്ള സ്ഥലം നോക്കാൻ പോവാം. എന്തായാലും വീട് വേണമല്ലോ, ഈ കുടിലിൽ കിടക്കാൻ എനിക്ക് വയ്യ. നമുക്ക് സ്ഥലം നോക്കാൻ പോവാം, പുതിയ വീട് വെക്കാൻ. അപ്പൂപ്പനായിട്ട് ഞാൻ തെറ്റിപ്പിരിഞ്ഞു. അപ്പൂപ്പൻ ശരിയല്ല. അപ്പൂപ്പ സ്ഥലം നോക്കിയിട്ട് വരാം, അവിടെ നിൽക്ക്. ഈ വ്യൂ എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ഇതിൻ്റെ നല്ല സ്മൂത്ത് വ്യൂ. ഇങ്ങനെ നമ്മൾ സ്ഥലം മേടിക്കാൻ വേണ്ടി സ്ഥലം നോക്കാൻ പോകുന്നതാണ്. ഒരു ബ്രോക്കർ പറഞ്ഞ് വെച്ചിട്ടുണ്ട് സ്ഥലം, പോയിട്ട് നോക്കിയിട്ട് വരാം. പാട്ടക്കൻ്റെ വണ്ടിയിൽ നല്ല കംഫർട്ടായിട്ട് പോയി വരാം. അവിടെ എന്തായാലും ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുത്തൻ കൊയ്യുന്നു, ഒരുത്തൻ വിത്ത് വിതക്കുന്നുണ്ട്. എല്ലാം കഴിയുമ്പോഴത്തേന് നമുക്ക് സ്ഥലം നോക്കി വെച്ച് വരാം. വഴി അറിയോ? ടൗണിൽ പോയി ടൗണിൽ നിന്ന് ലെഫ്റ്റ് എടുക്കാനാണ് പറഞ്ഞത്. പോയേക്കാം. പമ്പിൻ്റെ അവിടെ ഇങ്ങനെ പോയി അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് അങ്ങ് പോവാം. എന്തായാലും എത്തും, ഭൂമി ഉരുണ്ടിട്ടല്ലേ. ഇതിൽ വഴികളൊക്കെ പഠിക്കാൻ ഈസി ആട്ടോ. നമുക്ക് എന്തായാലും ലാൻഡ് മാർക്കുകൾ വെച്ചാൽ മതി. ഇത് നമ്മുടെ പെട്രോൾ പമ്പ്, ഇവിടെ നമ്മുടെ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നത്. ഇനി ഇതിലിങ്ങനെ പോയി ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് പോകാനാണ് പറഞ്ഞത്. ഇവിടെ കയറണോ? വേണ്ട, ഈ ലെഫ്റ്റാണോ? ലെഫ്റ്റിനായിരിക്കും. ലെഫ്റ്റ് പോയി പിന്നെ ലെഫ്റ്റ് പോകണോ? എങ്ങോട്ടുള്ള വഴിയാണ്? പുതിയ വീട്ടിലേക്കുള്ള വഴിയൊക്കെ പഠിച്ചു വരുന്നുള്ള കേസ്. സ്ഥലം പോയി കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് അഡ്വാൻസ് കൊടുത്ത് ഉറപ്പിക്കാം ലാൻഡ്. അതിന് ശേഷം നമുക്ക് അവിടെ വീടെല്ലാം വെക്കാം. പുഴ എത്തിയ ജങ്കാറാ. എന്തെങ്ങനെ വരിക അങ്ങോട്ട്? ഡ്രൈവ് സ്ലോ ഓൺ ടു ഫെറി. ഫെറി ഇങ്ങോട്ട് വരുമോ? അത് നമ്മളങ്ങോട്ട് പോകണോ? ഹലോ, വരുന്നില്ല കേട്ടാ. വരുന്നുണ്ടോ? വരുന്നില്ലല്ലോ. ഇതൊന്ന് ലീവാണോ? അവിടെ ക്ലോസ് ചെയ്തു. ഇപ്പോൾ വരും ഗൈസ്. ജങ്കാറ് കയറാൻ പോകുന്നു ഗൈസ്. നമ്മുടെ വീട്ടിൽ പോകണമെങ്കിൽ പുഴയുടെ അക്കരെ എത്തണം. ജങ്കാറൊക്കെ കിടക്കണം. ഇത് പഴയ കാലത്തെ ജങ്കാറാണ്. ഇപ്പോൾ വരും. ജങ്കാർ മൂവ് ചെയ്തോടനെ വെള്ളം ഇളകുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. വരുന്നുണ്ട്. വന്നു. ജങ്കാറ് വഴി പോകണം അപ്പുറം. അതൊരു കുന്നിൻ്റെ മുകളിലൊരു സ്ഥലമാണെന്ന് പറഞ്ഞു. നമുക്ക് വീടൊക്കെ വെക്കാൻ പറ്റിയൊരു ലൊക്കേഷനാണ്. 4 പുറം നല്ല വ്യൂവും നമുക്ക് കുറച്ച് ഗാർഡനൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു സെറ്റ് പ്ലോട്ടാണ്. ജങ്കാർ വന്നു. തുറയുടെ ഏതാ സെറ്റപ്പ്? യൂറോപ്പിലും ജങ്കാറൊക്കെ ഉണ്ടല്ലേ. കക്കരെ പോവാം. വണ്ടി പോട്ടെ. ഏതാ വ്യൂ? പുഴ, വിശാലമായ പുഴ. നമുക്ക് ഇതിനകത്ത് മീനൊക്കെ പിടിക്കാട്ടെ ഗൈസ്. ചൂണ്ടലൊക്കെ ഇട്ട് നമുക്ക് മീൻ പിടിച്ച് വറുത്ത് തിന്നാം. മീൻ കൃഷിയൊക്കെ ഉണ്ട്, മീനിൻ്റെ കച്ചവടമുണ്ട്, പല പരിപാടികളുണ്ട്. മരം വെട്ടി വിൽക്കാം, ഫാക്ടറി തുടങ്ങാം. പല ടൈപ്പ് ഫാക്ടറികൾ തുടങ്ങാം. ബിസ്ക്കറ്റ്, കഫേ, ഹോട്ടൽ, എന്ത് വേണമെങ്കിലും തുടങ്ങാം. ശരിക്കും നമ്മളൊരു ലൈഫിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുമോ അതൊക്കെ ഇതിലും പറ്റും. അങ്ങനത്തെ ഒരു ഓപ്ഷനാണ്. അങ്ങനെ നമ്മൾ അക്കരെ എത്തി. കിഴക്കേപ്പാടം എന്ന ഗ്രാമത്തിൻ്റെ ഇക്കരെ എത്തി. ഇവിടെയാണ് നമ്മുടെ ബ്രോക്കർ പറഞ്ഞ സ്ഥലം. ഇത് കുറച്ച് നാച്ചുറൽ ബ്യൂട്ടിയുള്ള സ്ഥലമാണ്. വഴിയൊക്കെ കണ്ട ഏതോ കാട്ടിലാണ് സ്ഥലം കണ്ട. സ്ക്രീനൊക്കെ ഇയാൾ ഏതൊരു കാട്ടുമുക്കിലാണോ? ഇത് പാലക്കാട് ഏതോ സ്ഥലമാണല്ലോ, യൂറോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ എന്താ സംഭവം? കാട്ടുതേനൊക്കെ ഉണ്ട് കേട്ടാ. ഗൈസ്, നമ്മളേതോ കാട്ടിലെത്തി. തേനീച്ചക്കൂട് കുത്തിട്ടോ ഇവരുന്ന് പറഞ്ഞുണ്ടോ തേനീച്ചകൾ? പോയേക്കാം. അവിടെ നിൽക്കുന്നത് സേഫല്ല.
ഇയാളേതോ കാട്ടിലെ സ്ഥലമാണ് കണ്ടുവച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ ഒരു കടയോ ഒരു മനുഷ്യനോ ഒരാളും ഇല്ലാത്തൊരു സ്ഥലത്ത് ഇവരൊക്കെ വീട് വെച്ച് നമ്മളൊരു ആവശ്യത്തിന് ഷോപ്പിൽ പോകണമെങ്കിൽ എത്ര ദൂരം പോകണമല്ലേ ഗൈസ്? വേറെ വഴി ഉണ്ടോന്നാവോ? നേരിയ വഴിയാണ് പറഞ്ഞ്. ഏതോ ഒരു ഗ്രാമത്തിലെത്തി കാട് വഴി. ഇങ്ങനെ പോയി നോക്കാം. ബ്രോക്കർ തന്ന വഴിയുണ്ട് നമ്മുടെ അടുത്ത്, അത് വെച്ച് പോയി നോക്കാം. ഡ്രൈവിങ് എങ്ങനെയുണ്ട് ഗൈസ്? ഡ്രൈവിങ്ങിനൊന്ന് മാർക്ക് ചെയ്ത് എല്ലാവരും. മാപ്പ് എടുത്ത് നമ്മളിപ്പോൾ എവിടെ എത്തുന്നു? ഇവിടെ എത്തുന്നു. നമുക്കിനി ബ്രോക്കർ പറഞ്ഞ ലൊക്കേഷനിലോട്ടുള്ള വഴി. ഓക്കെ, മനസ്സിലായി. പോകും. അറിയാത്ത സ്ഥലത്ത് പോയി അവനൊന്നും ഇടിക്കല്ലേ, തല്ല് മേടിച്ചു കൊണ്ട്. നമ്മുടെ വലിയ വണ്ടിയാണെന്നുള്ളു ചേട്ടാ, പക്ഷേ ഒരു വീട് നോക്കാൻ വേണ്ടി വന്നതാ. ഈ കാട്ടിൽ കൂടെ ഇനി ഇറങ്ങണോ? നേരെ പോകാൻ വേണ്ട. ഓക്കെ, കാണുന്ന മലയുടെ മുകളിലാണ് ഞാൻ പറഞ്ഞത്. ഇതിനേത് കാട്ടുപുക്കിലായിട്ടല്ലേ മാറ്റി. ഇതിനേക്കാളും നമ്മുടെ പഴയ വീട് തന്നെയാണ് കേട്ടോ. പോയി നോക്കാം സ്ഥലം എങ്ങനെയുണ്ട് എന്നുള്ളത്. ചെറിയ റോഡും വണ്ടിയൊന്നും കൊള്ളുന്നില്ല ഇതിനകത്ത്. ഓക്കെ, ഏകദേശം എത്താറായെന്ന് തോന്നുന്നു. കുറഞ്ഞ അടയാളങ്ങളൊക്കെ വെച്ച്. യെസ്, ഇതന്നെ. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ കുന്നുണ്ടല്ലോ, ഇതിന് മുകളിലാണ് നമ്മുടെ സ്ഥലം. ഇവിടുന്ന് ഇറങ്ങി നോക്കിയാലോ ലൊക്കേഷൻ? ഈ മലയുടെ മുകളിൽ നല്ലൊരു ബംഗ്ലാവ് സെറ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? സ്ഥലം എനിക്കിഷ്ടമായി. കുറച്ച് കാട്ടുമുക്കിലായാലും എന്താ, നല്ല ലാൻഡ്സ്കേപ്പ് ചെയ്തെടുത്താൽ മതി. കുറച്ച് കാശ് മുടക്കുണ്ടാവുന്നേ ഉള്ളൂ. ടൂർ അടക്കട പൊട്ട. ടൂർ അടയുന്നില്ലേ? ഓക്കെ, ഡോർ അടഞ്ഞു. ഡോർ അടഞ്ഞു. ഓക്കെ, അപ്പോൾ സ്ഥലം വാങ്ങാൻ മുതലാളിയാണ്. ജയിറ്റില്ലാതെ തുറണം. പട്ടി ഉണ്ടെങ്കിൽ പട്ടിയെ കെട്ടിയിടേണ്ടതാണ്, അല്ലെങ്കിൽ പട്ടിയുടെ കടി കൊണ്ട് സ്ഥലം വാങ്ങാവുന്നവർ ഓടിപ്പോകും. സ്ഥലം കൊള്ളാം കേട്ടോ. ഇവിടെ നല്ലൊരു വീട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു വീട് ഉണ്ടല്ലോ. അവിടെ നമുക്ക് മോഡേൺ ഹൗസ് കേട്ടാം. ഫ്രണ്ട് ഇതാണ് അതിൻ്റെ ഫ്രണ്ട്. ഏതാ നോക്കിക്കോട്ടെ. വെച്ച് കഴിഞ്ഞാൽ താഴെ എല്ലാം നമുക്ക് ഇവിടെ നിന്ന് വ്യൂ ചെയ്യാം. നമ്മളൊരു ബോസിൻ്റെ പോലത്തെ വീടുണ്ടാക്കാൻ പറ്റും നമുക്ക്. അതിനുള്ള ബംഗ്ലാവ് പോലൊരു വീടൊക്കെ കൊടീശ്വരനായി കുറേ കാശ് അക്കൗണ്ടിലിട്ട് ഇങ്ങനെ കാലം കയറ്റി ശരിക്കും. അതാണ് എൻ്റെ പ്ലാന്. കുറേ പണികളുണ്ടതിന്, നമുക്ക് നോക്കാം. വണ്ടി എടുത്ത് ഈ പ്ലോട്ട് വാങ്ങുമ്പോൾ ഇതെല്ലാം ഇതിൻ്റെ കൂടെ കിട്ടുമെന്ന് കേട്ടോ അങ്ങേര് പറഞ്ഞ്. ഈ സൈഡിലുള്ള സാധനവും ഈ താഴെ കാണുന്ന ഈ ഗസ്റ്റ് ഹൗസും കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു. ഇത് ഗസ്റ്റ് ഹൗസ് സെറ്റ് ചെയ്യാനുള്ള സ്ഥലമാണ് ഇവിടെ. കൊള്ളാം, നല്ല സ്ഥലം. ഇപ്പം എന്തായാലും നമുക്ക് കാശാക്കിയിട്ട് സ്ഥലം എനിക്കിഷ്ടമായി. കുറച്ച് ടൗണിൽ കുറച്ച് ഓടാനുണ്ടെങ്കിലും ലൊക്കേഷൻ കൊള്ളാം. ഇവിടെ നല്ലൊരു മോഡേൺ ഹൗസ് ബിൽഡ് ചെയ്താൽ മതി. വഴി എനിക്കറിയാം ഗൈസ്. ഇനി ഞാൻ തിരിച്ച് എൻ്റേതായ വഴികളിലൂടെ പോകും. നമുക്ക് ജങ്കാർ ഉപേക്ഷിച്ച് വേറെ വഴിക്ക് പോവാം. ജങ്കാറിന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് അത് വന്നിട്ട് അതിനകത്ത് കയറാനൊക്കെ എന്തോരം പണിയാണ്. ഇതിങ്ങനെ റോഡ് വഴി പറപ്പിച്ചു വിടാം. സ്കൂളുണ്ടെന്ന് സ്കൂൾ ബസ്സൊക്കെ നമുക്ക് ഇങ്ങനെ പോയി നമ്മുടെ വീട്ടിലോട്ട് എത്തണം. എന്നിട്ട് ലോറി എടുത്ത് നമ്മുടെ ചരക്ക് കൊണ്ട് വെക്കണം. അത് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാന്ന്. ലൈക്ക് അടിക്കാത്തവരുണ്ട്, എല്ലാവരും ലൈക്ക് അടിക്കുക. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്തു. എന്നാൽ ഇതുപോലത്തെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം നമുക്ക്. ഇതിങ്ങനെ പോയി ഇനി എനിക്ക് വഴി തരാം ഗൈസ്. എന്ന് ജങ്കാറിന് ഉപേക്ഷിച്ച്
പാറപ്പിച്ചങ്ങ് വിട്ടാൽ മതി. ഇതിലൂടെ ഇവിടെത്താം. അവിടെ നിന്ന് റൈറ്റ് ആയിരിക്കും. ടേൺ റൈറ്റ്. യെസ്, എത്തും. ഏകദേശം നമ്മൾ നമ്മുടെ ടൗൺ ഏരിയയൊക്കെ എത്താറായിട്ടുണ്ട്. പെട്രോൾ പമ്പൊക്കെ ഉള്ള ഏരിയ അല്ലേ. അവിടെ നിന്ന് പിന്നെ കുറച്ചേ ഉള്ളൂ. കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഈ മാപ്പിൽ. ഇതിനകത്ത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാട് ബിസിനസ്സുകളുണ്ട്, ഷോപ്പുകളുണ്ട്. നമ്മുടെ ലക്ഷ്യം എന്താ വെച്ചാൽ ഈ പഞ്ചായത്തിന് നമുക്ക് വിലക്ക് മേടിക്കുന്നൊരു ലെവലിലേക്ക് നമുക്ക് വളരണം. എല്ലാം നമ്മുടെ സ്ഥലമാക്കി എടുക്കണം. ലാസ്റ്റ് കാശ് കൊടുത്തത് നമ്മുടെ ടൗൺ എത്തി, നമ്മുടെ പെട്രോൾ പമ്പ് എത്തി. അങ്ങനെ നമ്മൾ വീടെത്താറായി. ഇനി നമുക്ക് വീട്ടിൽ പോകണം. വണ്ടിയിൽ ഫുള്ളാക്കണം ലോഡ്. അതിന് ശേഷം നമുക്കത് കൊണ്ട് വിൽക്കണം ഗൈസ്. നമ്മൾ കാശുണ്ടാക്കും. ഒരു ലോഡ് സൺഫ്ലവർ കിട്ടാൻ വേണ്ടി ഞാൻ 5-6 ലക്ഷം മുടക്കി. പക്ഷേ ഇത് തുടങ്ങുമ്പോഴത്തെ പൈസയാണ്. ഇനി നമുക്ക് ഓരോ ഫാമിങ്ങും നമുക്ക് ചെറിയ പൈസ ചെലവിൽ ചെയ്യാം. കാരണം മെഷീനൊക്കെ ആയല്ലോ. ഇവിടെ എന്തായി, കൃഷിപ്പണികളൊക്കെ കഴിഞ്ഞാൽ ഒരുത്തൻ്റെ പണി കഴിഞ്ഞു. അവൻ എല്ലായിടത്തും വിത്ത് വിതച്ചു. മറ്റവനോ ഇവൻ ഉടായിപ്പ്. ഇവൻ്റെ പണി ഇതുവരെ കഴിഞ്ഞില്ലേ. പൂലോക്ക് ഉടായിപ്പ്. ഇത് ഇവൻ്റെ കഴിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. ഗുഡ് ബോയ് മോനെ. കാശ് കിട്ടിയില്ലേ സെറ്റിങ്സിൽ? അവനെന്തോ ഒരു പണിയെടുക്കാൻ മടി. അത് ശരിയാക്കി കൊടുത്തു. ഇനി നമുക്ക് ഇവൻ്റെ വണ്ടി വാങ്ങിച്ചിട്ട് ഇപ്പം ഇവൻ്റെ പണി തീരുന്നില്ലല്ലോ. ഞാൻ നേരത്തെ പോകുമ്പോഴും ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഇപ്പോഴും ഇത്ര ഉള്ളൂ. ഇവനങ്ങ് പിരിച്ചിട്ട് വേറെ ആളെടുത്താലോ പണിക്ക്. കഴിഞ്ഞു. ഇവനെ പിരിച്ചുവിടെന്ന് പറഞ്ഞപ്പോൾ അവന് പേടിച്ചേട്ടാ. നമുക്കൊരു ലോഡ് കനോല കിട്ടിയിട്ടുണ്ട്. കനോല സീഡ്. ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് വിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ടാസ്ക് കഴിഞ്ഞു. ലക്ഷങ്ങൾ മുടക്കിയിട്ട് കിട്ടിയ കനോലയാണിത്. അത് ഞാൻ കൃഷി ചെയ്തതല്ല, എൻ്റെ അപ്പൂപ്പൻ കൃഷി ചെയ്ത കനോല. അപ്പൂപ്പ കാശ് തിരിഞ്ഞ് വിചാരിക്കണ്ട കേട്ടോ. ഈ പൈപ്പ് നേരെ കൊണ്ട് ലോറിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കനോല കൊണ്ട് വിൽക്കാൻ പറ്റും. അപ്പൂപ്പൻ്റെ കനോല. വിത്തോടെ എൻ്റെ ലോറി എൻ്റെ ഓരോ മെഷീനുകളെ കൊണ്ട് തോറ്റു. കുറച്ച് ഹൈറ്റ് കൂട്ടാൻ പറ്റുമോ പൈപ്പിന്? ഇല്ല, സെറ്റായി. അതേപോലെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കനോലയാണ്. കണ്ടോ, ഒരു ലോഡ് ഉണ്ട് കേട്ടോ. ഇവിടെ ലിറ്റർ കാണിക്കുന്നുണ്ട്. 3000 ലിറ്റർ, 4000 ലിറ്റർ. ഇതേ മേലെ റൈറ്റ് സൈഡിൽ കാണിക്കുന്നുണ്ടോ ഇത്ര ലിറ്റർ കിട്ടിയെന്നുള്ളത്. 6000 ലിറ്റർ കിട്ടി അപ്പൂപ്പൻ്റെ പാടത്തിന്. ഇനി ഇതുകൊണ്ട് സെയിലാക്കിയ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പൂപ്പൻ്റെ 6000 ലിറ്റർ കനോല. ഇവനെന്തിനാ ട്രാക്ടർ കയറുന്നത്? അവിടെ മാന്തി പൊളിക്കാൻ പോയി. മെഷീൻ നോക്കി ഞാൻ വാങ്ങിയപ്പോൾ ശ്രദ്ധിച്ചു, ഇത്രയും വലിയ മെഷീൻ വേണമെന്ന്.
ഏതാ സെറ്റപ്പ്? ഇനി അതിന് നഖങ്ങൾ വരുമോ? അത് വെച്ച് നമുക്ക് ഈ പാടം ഉഴുതു മറിക്കാം. അപ്പൂപ്പൻ ഏതാ സെറ്റപ്പ്? അപ്പൂപ്പൻ കൊള്ളാം. അപ്പൂപ്പൻ്റെ ട്രാക്ടറും അപ്പൂപ്പൻ്റെ മെഷീനുകളൊക്കെ ജോലിക്കാരത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പോയിട്ട് ലോറി എടുത്തുകൊണ്ട് പോയി സാധനം കൊടുക്കാം. എന്നാലല്ലേ ഇവർക്കൊക്കെ കാശ് കൊടുക്കാൻ പറ്റൂ. അവൻ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. 2 ട്രാക്ടറും വർക്കിങ്ങിലല്ലേ? അതെ, 2 ട്രാക്ടറും വർക്കിംഗ് ആണ്. ഇനി നമ്മൾ ആ നേരത്തെ നോക്കിയ ലൊക്കേഷനില്ല, അവിടെ നമുക്കൊരു വീടും കൂടെ സെറ്റ് ചെയ്താൽ ഡെയിലി നമ്മൾ വണ്ടി ഓടിച്ച് ഇവിടെ വരിക, പണിക്കാരെയൊക്കെ നോക്കുക, സാധനം കൊണ്ട് വിൽക്കുക. കേസ് നമുക്ക് വിൽക്കാനും ആളെ ഏൽപ്പിക്കാം കേട്ടോ. ട്രക്ക് കൊണ്ടുപോയിട്ട് വിറ്റ് കൊണ്ടുവരാൻ പണിക്കാരെ ഏൽപ്പിച്ചാൽ മതി, അവർ കൊണ്ടുപോയിക്കോളും. നമ്മളെല്ലാം പറഞ്ഞു കൊടുത്താൽ മതി, അവർ ചെയ്തോളും. എന്നിട്ട് അതിൻ്റെ ലാഭം എടുത്തിട്ട് നമ്മൾ വീട് വെക്കാം. ഇനി നിങ്ങൾക്ക് ഞാൻ വലിയൊരു സത്യം പറഞ്ഞുതരാം. ഇതിലത്തെ കാശ് കൊണ്ട് മാത്രം വീട് വെക്കാൻ നമുക്ക് കഴിയൂല. കാരണം ഇതിൽ നിന്ന് വളരെ കുറച്ച് ലാഭമേ ഉണ്ടാക്കാൻ പറ്റൂ. ഒരു വീട് വെക്കുക എന്ന് പറഞ്ഞാൽ നല്ല ചിലവല്ലേ. ഫസ്റ്റ് ലാൻഡ് മേടിക്കണം, വീട് പ്ലേസ് ചെയ്യണം, ലാൻഡ്സ്കേപ്പ് ചെയ്യണം, അങ്ങനെ കുറേ ടാസ്കുകളുണ്ട്. അപ്പോൾ നമ്മൾ ബിസിനസ്ക്ക് ഇറങ്ങേണ്ടി വരും. അത് ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ കാണിക്കാം. ഇതിലിപ്പോൾ ഈ കൾട്ടിവേറ്റ് ചെയ്ത സീഡ്സ് കൊണ്ടുപോയി നമുക്ക് സെല്ല് ചെയ്യാം. ഇതെവിടെ നോക്കി ഫ്ലോ ചെയ്യുന്നതിൻ്റെ ആ ഒരു മാറ്റം കണ്ടോ? നേരത്തെ എൻ്റെ അടുത്ത് 2 വാക്ക് പറയണം. സോറി ഇല്ലല്ലേ ചേച്ചി, നേരെ നോക്കി കണ്ട് ചെയ്യണേ. ഞാൻ പോയിട്ട് വരാം. ഇനി പോയി നമുക്ക് ട്രക്കിൽ 6000 ലിറ്റർ കനോല. ട്രക്കിൻ്റെ അടിഭാഗത്ത് ഒരു തുള്ളി പോലും ആയില്ല ഗൈസ്. നമുക്ക് പാടം കുറച്ച് വലുതാക്കണം. ഈ ട്രക്ക് നിറയെ വിത്തുകളായിട്ട് നമുക്ക് പോകണം, എന്നാലേ കാര്യമുള്ളൂ. ഏതാ വ്യൂ? ഇങ്ങനെ പോവും. മാപ്പിട്ട് പോകേണ്ടി വരും. നമ്മുടെ പാടത്തെ ആദ്യത്തെ ലോഡ് ഡെലിവറി ചെയ്യാൻ പോവാണ് ഗൈസ്. 6 ലക്ഷമൊക്കെ ചിലവാക്കിയിട്ട് നമ്മൾ ഒരു ഫാമിംഗ് തുടങ്ങി. നമ്മുടെ ഫാമിൽ ആദ്യത്തെ പ്രൊഡക്റ്റ് വിൽക്കാൻ പോവുകയാണ്. ഇതുകൊണ്ട് വിറ്റ് നമ്മളൊരു കോടീശ്വരനാവും. ഇതുകൊണ്ട് വിറ്റ് എന്ത് കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്കിവിടെ ബിസിനസ് ചെയ്ത് കോടീശ്വരനായി നേരത്തെ നോക്കിയ സ്ഥലം മേടിച്ച് അവിടെ ഒരു ബംഗ്ലാവ് സെറ്റ് ചെയ്യണം. ഇൻഡിക്കേറ്ററിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു പോവാം. ടൗണെത്തി ടൗണിൽ നിന്ന് റൈറ്റ് എടുക്കണം. ഈ പാലം കഴിഞ്ഞ പാട് റൈറ്റ് എടുത്താലാണ് നമുക്ക് ഗ്രെയിൻസ്, ഇതുപോലത്തെ ഈ ധാന്യങ്ങൾ വിൽക്കാൻ പറ്റുന്ന ഷോപ്പുള്ളത്. അരി, ഗോതമ്പ്, അങ്ങനത്തെ ഐറ്റംസ്. അതെ, ഇവിടെ നിങ്ങോട്ടുള്ള ഈ ഒരു വഴിയിലൂടെ പോയാൽ ഇവിടെ ഒരു കുതിരനൊക്കെ വിൽക്കുന്ന കടയുണ്ട്. ഇതേ കുതിരച്ചേട്ടൻ. ചേട്ടാ, എൻ്റെ കുതിരനെ തരുമോ? ഗൈസ്, കുറച്ച് റിസ്കി ജോബാണ്. ഇവിടുന്ന് നേരെ അപ്പുറത്തേക്ക് പോകുന്ന പുഴയിൽ പോയി വീഴും. ഏതോ ഒരു പുഴ. നോക്കി വാടാ ചെക്ക. ആദ്യത്തെ ലോഡും കൊണ്ട് പോകുന്നത് ഏതോ ഒരു കാട്ടിലൂടെ പോകുന്നത്. ഒരു സൈഡ് പുഴ, ഒരു സൈഡ് പാറ. അടിവാരം, കിഴക്കേപ്പാടുന്ന ഗ്രാമത്തിലെ അടിവാരം എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടെ നമ്മൾ പോകുന്നത്. അടിവാരം, ഏതോ അടിവാരം. ഏകദേശം നമ്മൾ വിൽക്കുന്ന സ്ഥലത്തെത്താറായിട്ടുണ്ട്. ഇതേ ജങ്കാറ് കഴിഞ്ഞ് കുറച്ചങ്ങ് പോയത്. ഇതേ കപ്പൽ, പുഴയിലൂടെയാണ് അവിടെ കപ്പൽ ഓടിക്കുന്നത്. ഇപ്പം അങ്ങെത്തോടെ നമ്മുടെ ലൊക്കേഷനിലെത്തി. ഇവിടെയാണ് നമ്മൾ അരി, പച്ചക്കറി അല്ല, അരി, ഗോതമ്പ്, നെല്ല്, ഇങ്ങനത്തെ സാമഗ്രികൾ കൊണ്ടുവന്ന് വിൽക്കണ കട. ഇതിവിടെ എത്തിയും അൺലോഡ് ചെയ്താൽ അണ്ണൻ നമുക്ക് കാശ് തരും. അണ്ണ ആദ്യത്തെ ലോഡാണ്. ഐശ്വര്യമായിട്ട് കുറച്ചധികം പൈസ തരണം. കുറച്ച് ആവശ്യങ്ങളുണ്ട്. അങ്ങനെ ക്യാഷ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചു പോവാം. തിരിച്ച് വണ്ടി അവിടെ കൊണ്ടിടണം. ലോഡിങ് അങ്ങ് ശരിയായില്ലല്ലോ. ലോഡിങ് ശരിയായി. ക്യാഷ് എത്ര കിട്ടുമോ നോക്കട്ടെ. അൺലോഡ് ചെയ്തു. റൈറ്റ് സൈഡിൽ നോക്കിയാൽ 6000 കുണുവ.
6000 ലിറ്ററിന് 6000 കുണുവേ ഉള്ളോ? അപ്പോൾ 1 ലിറ്ററിന് 1 കുണുവേ ഉള്ളോ? അതിൽ 420 അവൻ്റെ പണിക്കൂലിയും പോയടാ. ഇത് വെച്ച് എനിക്ക് തോന്നുന്നില്ല കേട്ടോ വീട് വെക്കാൻ പറ്റുമെന്ന്. ബിസിനസ്സിൽ ഇറങ്ങണം. ഇങ്ങനെ കൃഷി ചെയ്ത് കാര്യമില്ല കേസ്. നമ്മൾ ഈ ലോറി നിറയെ സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കണം, അപ്പോഴേ നമുക്ക് ലാഭമുള്ളൂ. ഇത് ചുമ്മാ 6000 വേണ്ടി 10000 മുടക്കാൻ എനിക്ക് മടിയില്ല. അതാണ് അവസ്ഥ. വലിയ കൃഷിയൊക്കെ ചെയ്ത് കൊണ്ടുവന്നത് 6000 കുണുവ കിട്ടി. 6000 കുണുവ കുഴപ്പമില്ല. നമുക്ക് നാളെ ബിസിനസ്സിലേക്ക് ഇറങ്ങാം. ഫാമിങ് ആ ചെറിയ ഫാം പോരാ, നമുക്ക് വലിയൊരു ഫാം എടുത്തിട്ട് ചെയ്യേണ്ടി വരും. എന്നാലേ ശരിയാവുള്ളൂ. വണ്ടി നേരെ വീട്ടിൽ കൊണ്ടിടുക. അങ്ങനെ ഇന്നത്തെ ഒരു പാർട്സ് ഇതോടെ തീരാൻ പോവാണ്. നെക്സ്റ്റ് നമുക്ക് ബിസിനസ്സിൽ ഇറങ്ങുന്ന ഒരു വീഡിയോസ് തുടങ്ങാം. നമ്മൾ ബിസിനസ് വഴി കാശ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. പല ടൈപ്പ് ബിസിനസ് ഉണ്ട് ഇതിൽ. മറ്റേ ഹോട്ടൽ മേടിക്കുന്നുണ്ട്, റെൻറ്റിന് ഹോട്ടലുകൾ കൊടുക്കുന്നുണ്ട്, നല്ല ബിൽഡിങ്ങുകൾ കാശ് കുറയുണ്ടെങ്കിൽ ബിൽഡിങ് എടുത്തിട്ട് ലോൺ എടുക്കാം. നമുക്ക് ലോൺ എടുത്തിട്ട് കുറച്ച് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിട്ടാൽ അതിൻ്റെ മന്ത്ലി റെൻറ്റ് വരും. അല്ലെങ്കിൽ കാറ്റാടി പാടങ്ങൾ സ്ഥലം മേടിച്ചിട്ട് അവിടെ കാറ്റാടി യന്ത്രങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കാശ് വരും. ഈ കാറ്റാടി യന്ത്രത്തിൻ്റെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് പണിക്കാരന് ഒന്നും വെക്കണ്ട, ജസ്റ്റ് കാറ്റെടുത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നമുക്ക് കാശ് വന്നോളും. മെയിൻ്റനൻസ് കോസ്റ്റ് ചെറിയൊരു കോസ്റ്റ് പോകും, എന്നാലും നമുക്ക് ലാഭമാണ് ഇത്. അപ്പോൾ നമുക്ക് അടുത്ത പാർട്സിൽ ഇങ്ങനെ കാറ്റാടിപ്പാടം നല്ലൊരു പുഴവക്കത്ത് നല്ല കാറ്റൊക്കെ വരുന്ന സ്ഥലത്ത് എങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോ എന്തായാലും എവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ എന്താണ് ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത പാർട്സുകൾ അതിനനുസരിച്ച് നമുക്ക് ഇടാം.